ശ്വാസകോശം വന്നു ചേട്ടാ? എനിക്കറിയില്ല. ശ്വാസകോശം ഇല്ല ചേട്ടാ? എനിക്കറിയില്ല. പടം കാണോ? ചേട്ടാ ഇവനല്ല കേട്ടോ വില്ലൻ. ഇവനല്ല വില്ലൻ ശരിക്കും ഇവനല്ല വില്ലൻ. അതുകൊണ്ടാ സ്റ്റോറി ഇടാം, എല്ലാരും കാണട്ടെ. ചേട്ടാ ഇതിനകത്ത് എന്താടോ? എന്താ കാണിക്കുന്ന? കാല് താത്തിടൂ. ആ ഫോണിന്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കുറക്കോ? പറ്റൂല. പടം കാണാൻ പറ്റുന്നില്ലടോ. ഡിസ്ട്രാക്ഷനാ ചെയ്യാതെ. ഇതൊക്കെ ഒരു പ്രേതമാണോ ചേട്ടാ? പടം കാണടോ താൻ. ഇങ്ങനെയൊക്കെ വല്ലതും ചെയ്ത് 4 ആളെ കൊണ്ട് പറയിപ്പിക്കാതെ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഭായി. ഞാൻ ടിക്കറ്റ് എടുത്ത് തന്നെയല്ലേ പടത്തിന് വരുന്നേ. എനിക്ക് എൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് വേണ്ടേ? അല്ല പിന്നെ നല്ല ഹൊറർ പടത്തിന് ഗംഭീര സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള തിയേറ്ററിൽ കയറിയിട്ട് ആൾക്കാരൊക്കെ സ്ക്രീനിലെ ബ്രില്യൻസ് കണ്ട് പേടിച്ച് നെഞ്ചടിച്ച് ശ്വാസം അടക്കി നിശബ്ദമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ മൊമെന്റിൽ കിണ്ണം കാച്ച് ചളിയടിക്കണം. അപ്പം കിട്ടുന്നൊരു സുഖമുണ്ട് എൻ്റെ സാറേ. സംഗതി ഞാൻ എന്നെ ആശ്വസിപ്പിക്കുന്നതാ. ഇത്രയും ബിൽഡപ്പ് ഹൊററൊന്നും താങ്ങാൻ എന്നെ കൊണ്ട് പാടാ. ഇതാകുമ്പോൾ എൻ്റെ പേടി ആരും അറിയേയില്ല. എനിക്കൊരു ഹീറോയ്ക്ക് അപ്പീലും കിട്ടും. എങ്ങനെയുണ്ട്? ആ ഇനി വേറൊന്നുണ്ട്. ഇതിപ്പോൾ ആദ്യ ഷോ ആണല്ലോ. ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? സാരമില്ല. ഇതേ പടത്തിൻ്റെ അടുത്ത ഷോയ്ക്ക് കയറിയിട്ട് വേറൊരു പരിപാടി ഉണ്ട്. ഇങ്ങ് വാ, ഞാൻ പറഞ്ഞുതരാം. പ്രേതം ഒരുത്തനെ തട്ടിയില്ല എന്ന പോയിന്റ് വരും. അല്ലച്ചാ ഇപ്പോൾ വില്ലൻ റിവീലായി ആയില്ല എന്ന പോയിന്റ് വരും. അപ്പോൾ ആ സെക്കൻഡിൽ അവനല്ല സാറേ മറ്റവനാ വില്ലൻ എന്ന് ഉറക്കെ അങ്ങ് വിളിച്ചു പറയണം. പീക്ക് സ്പോയിലർ, എല്ലാവരും കേൾക്കാൻ ഉറക്കെ വിളിച്ചു പറയണം. ലോകിൽ ചന്ദ്രനീലിയാണ്. അതായിരുന്നു എൻ്റെ ലേറ്റസ്റ്റ്. എനിക്ക് കഥ നേരത്തെ അറിയാമെന്ന് 4 ആൾ അറിയണ്ടേ? അതല്ലേ ഹീറോയിസം. ചിലവന്മാർക്ക് ഇതിനൊന്നും ആ സ്പിരിറ്റിലങ്ങ് എടുക്കാൻ അറിഞ്ഞൂടെന്നേ. അവന്മാർക്കൊന്നും പേടിയില്ലാത്ത പോലെ. ഈ ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ പോലെ കമന്ററി ഉള്ള തിയേറ്റർ, അതാണ് എൻ്റെ കിണാശ്ശേരി.